പ്രമുഖ സംഗീത സംവിധായകൻ രവീന്ദ്ര ജെയിനും KJ യേശുദാസും നീണ്ട നാളത്തെ ഇടവേളയ്ക്ക് ശേഷം ഒന്നിക്കുന്നു. ആകാശത്തിന്റെ നിറം എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഇരുവരും ഒന്നിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങളുടെ റെക്കോർഡിംഗ് മുംബൈയിൽ നടന്നു. കടലിൻ നീലത്താളിൽ നിശയൊരു കവിത കുറിക്കുന്നു, കവിത കുറിക്കുന്നു. ONV കുറിപ്പിന്റെ മലയാള തനിമയാർന്ന വരികൾക്ക് രവീന്ദ്ര ജെയിന്റെ സംഗീത സംവിധാനം, യേശുദാസിന്റെ ശബ്ദമാധുരി. നിരവധി ഹിറ്റുകൾ ഒരുക്കിയ രവീന്ദ്ര ജെയിൻ യേശുദാസ് കൂട്ടുകെട്ട് വീണ്ടും കൈകോർക്കുന്നത് ആകാശത്തിന്റെ നിറം എന്ന ചിത്രത്തിനു വേണ്ടിയാണ്. രവീന്ദ്ര ജെയിനൊപ്പം വീണ്ടും ഒരുമിക്കാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം യേശുദാസ് പങ്കുവച്ചു. വീണ്ടും എൻ്റെ ഏറ്റവും ഹൃദയത്തിൽ വളരെ ബഹുമാനമുള്ളതും സംഗീതത്തിൽ ജീവിതം നൽകിയിട്ടുള്ള ഒരു വ്യക്തിയാണ് രവീന്ദ്ര ജെയിൻജി. അദ്ദേഹം സംഗീതത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്നതാണ്. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ എപ്പോഴും എനിക്ക് പഴകാൻ ആഗ്രഹം. ഗാനഗന്ധർവനൊപ്പം വീണ്ടും ഒന്നിക്കാൻ കഴിഞ്ഞത് തന്റെ ഭാഗ്യമായി കരുതുന്നുവെന്നാണ് രവീന്ദ്ര ജെയിൻ പ്രതികരിച്ചത്. Since then we are working together and we have a tremendous I have tremendous confidence on him. I call him Pandit and he has a vast knowledge of his music, blessed by the golden voice. യേശുദാസ് ഗാനങ്ങൾ ആലപിക്കുന്ന തന്റെ സ്വപ്ന പദ്ധതിയായ താൻസൻ ഉടൻ പൂർത്തിയാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. 1976 പുറത്തിറങ്ങിയ ചിച്ചോർ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് ഇവർ ആദ്യമായി ഒന്നിച്ചത്. ആ വർഷത്തെ മികച്ച ഗായകനുള്ള ദേശീയ അവാർഡും യേശുദാസ് നേടി. ജന്മനായുള്ള അന്ധതയെ തോൽപ്പിച്ച് വിവിധ ഇന്ത്യൻ ഭാഷകളിൽ ഗാനങ്ങളൊരുക്കി വിസ്മയം തീർത്ത രവീന്ദ്ര ജെയിനെയും യേശുദാസിനെയും മലയാളത്തിൽ ഒരുമിപ്പിക്കുന്നത് സംവിധായകൻ ഡോക്ടർ ബിജുവാണ്. ചിത്രീകരണം പൂർത്തിയാക്കിയ ആകാശത്തിന്റെ നിറം ജനുവരിയിൽ തിയേറ്ററുകളിലെത്തും. ക്യാമറാമാൻ മിൽട്ടനൊപ്പം ജസ്റ്റിന തോമസ്, ഇന്ത്യ വിഷൻ, മുംബൈ.